ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നോൺ ഇൻവേസീവ് വെന്റിലേഷൻ ആണ്. അപ്പോൾ നോൺ ഇൻവേസീവ് വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നോൺ ഇൻവേസീവ് മാസ്ക് അല്ലെങ്കിൽ ഒരു ഹെൽമെറ്റ് ഇൻ്റർഫേസിൽ കൂടെ കൊടുക്കുന്നതാണ്. ഇൻവേസീവ് വെന്റിലേഷൻ ഓൺ ദ അതർ ഹാൻഡ് പേഷ്യൻറ്റിനെ ഇൻക്യുബേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലാരിഞ്ചൽ മാസ്ക് എയർവേ വഴി കൊടുക്കുന്ന വെന്റിലേഷനാണ്. അപ്പോൾ നോൺ ഇൻവേസീവ് വെന്റിലേഷൻ കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് പ്രീ റെക്വിസിറ്റ്സ് ഉണ്ട്. അതായത് പേഷ്യൻ്റ് കോൺഷ്യസ്, ഓറിയൻറ്റഡ്, കോപ്പറേറ്റീവ് ആയിരിക്കണം. രണ്ടാമത് പേഷ്യൻ്റ് ഹീമോഡൈനാമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം. BP കുറവാകരുത്, BP നോർമലായിരിക്കണം. മൂന്നാമത്തെ റിക്വസിറ്റ് എന്ന് പറഞ്ഞത് ഫേഷ്യൽ അബ്നോർമാലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. ഇതാണ് NIV മാസ്ക്. അപ്പോൾ ഇത് നമ്മൾ ഫോർഹെഡിൽ വെക്കുന്ന പോർഷനും ഇതും നോസും മൗത്തും കവർ ചെയ്യുന്ന പോർഷനാണ്. അപ്പോൾ ഇതിന് ഈ വെറൈറ്റി ഓഫ് മാസ്കിന് ഒരു ക്ലിപ്പുകളാണ് ഉള്ളത്. ഇതിങ്ങനെ ഫിക്സ് ചെയ്യാം, രണ്ട് ക്ലിപ്പും രണ്ട് ഭാഗത്തായിട്ട് ഫിക്സ് ചെയ്യാം. ഇങ്ങനെ അലൈൻ ചെയ്ത ശേഷം പേഷ്യൻറ്റിന് വെച്ച് കൊടുക്കും. പേഷ്യൻറ്റിന് വെക്കുമ്പോൾ ഈ ഭാഗം പുറകിൽ വന്നിട്ട് ഇതിങ്ങനെ ഫ്രണ്ടിൽ വരും, ഇതിവിടെ ഫിക്സ് ചെയ്യും. എപ്പോഴും ഓർക്കേണ്ടത് ഒരു ടൈറ്റ് ഫിറ്റായിരിക്കണം ഈ മാസ്ക്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഈ ഭാഗത്ത് ഗാംജി പാഡ് വെച്ചാൽ പേഷ്യൻറ്റിന് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും, ലീക്കും ഉണ്ടാവില്ല. ഇത് 3 സൈസസിൽ വരുന്നുണ്ട്: സ്മോൾ, മീഡിയം ആൻഡ് ലാർജ്. യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്നത് മീഡിയം സൈസ് മാസ്ക് ആണ്. പക്ഷേ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പേഷ്യൻറ്റ് വി ക്യാൻ ഗോ ഫോർ സ്മോൾ ആൻഡ് ലാർജ് സൈസ് ഓൾസോ. ഈ മാസ്കിൻ്റെ ഈ അറ്റാണ് നമ്മൾ വെന്റിലേറ്റർ സർക്യൂട്ടിൻ്റെ അറ്റത്ത് ഫിക്സ് ചെയ്യുന്നത്. ഇത് കത്തീറ്റർ മൗണ്ട് എന്ന് പറയുന്ന സാധനമാണ്, അല്ലെങ്കിൽ ഇത് ഇല്ലാതെയും ഫിക്സ് ചെയ്യാം ഡയറക്റ്റ്ലി. അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓർമ്മിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു HME ഫിൽറ്ററും കൂടി ഫിറ്റ് ചെയ്യണം. ഇതാണ് HME ഫിൽറ്റർ. അപ്പോൾ ഇത് ഇവിടെ വെച്ചാൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ എൻവയറമെൻ്റൽ കണ്ടാമിനേഷൻ കുറയ്ക്കാം, നമുക്കുള്ള എക്സ്പോഷർ, അതായത് ഹെൽത്ത് വർക്കേഴ്സിനുള്ള എക്സ്പോഷർ കുറയ്ക്കാം. NIV വെന്റിലേഷൻ 2 മോഡാണ് ഉള്ളത്: CPAP വെന്റിലേഷനും BiPAP അല്ലെങ്കിൽ പ്രഷർ സപ്പോർട്ട് വെന്റിലേഷനും. അപ്പോൾ CPAPൻ്റെ ഫുൾ ഫോം കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ എന്നാണ്. അതിൻ്റെ അർത്ഥം ത്രൂ ഔട്ട് ദ റെസ്പിറേഷൻ ഒരു പോസിറ്റീവ് പ്രഷർ എയർവേസിന് കൊടുക്കും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് എക്സ്പിറേഷൻ ദ ആൽവിയോളാർ പ്രഷർ ഡ്രോപ്സ് ടു 0. ഇപ്പോൾ ഈ കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ കൊടുക്കുമ്പോൾ ഇറ്റ് കീപ്സ് ദ ആൽവിയോളൈ എക്സ്പാൻഡഡ് അറ്റ് ദ എൻഡ് ഓഫ് എക്സ്പിറേഷൻ. അപ്പോൾ അടുത്ത റെസ്പിറേഷന് ആ ലെവലിന് ആൽവിയോളൈക്ക് എക്സ്പാൻഡ് ചെയ്താൽ മതി. സോ ഇറ്റ് ഡിക്രീസസ് ദ വർക്ക് ഓഫ് ബ്രീത്തിങ്. മോഡ് സെലക്ഷനിലേക്ക് പോവാം. ഇതാണ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അപ്പോൾ ഈ റൊട്ടേറ്ററി നോബ് ഇങ്ങനെ തിരിച്ചാൽ CPAP സെലക്ട് ചെയ്യാം. CPAP മോഡിൽ 2 സെറ്റിങ്സേ ഉള്ളൂ. ഒന്ന് FiO2, രണ്ടാമത്തത് CPAP. അപ്പോൾ നമുക്കറിയാം നോർമൽ റെസ്പിറേഷനിൽ നോർമൽ ഓക്സിജൻ ഇൻ ദ എയർ ഈസ് 21%. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻറ്റ് we can vary the FiO2 from 40 to 100%. അപ്പോൾ പേഷ്യൻ്റ് നല്ല ടെക്നിക് ആണെങ്കിൽ നമ്മൾ 100% തന്നെ വെക്കണം. സെക്കൻഡ് സെറ്റിങ് CPAP. CPAP ഇനീഷ്യലി വെക്കേണ്ടത് 4 സെൻറ്റിമീറ്റേഴ്സ് ആണ്. പിന്നെ ഓരോ ഹാഫ് ആൻ അവർലി ഈ CPAP നമുക്ക് ഇൻക്രീസ് ചെയ്ത് എവറി ഹാഫ് ആൻ അവർ 2 സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ ഇൻക്രിമെൻറ്റ്സ് വെച്ചിട്ട് കൂട്ടിയിട്ട് 12 to 15 വരെ വെക്കാം. CPAPന് വേറെ 2 എഫക്ട്സും കൂടി ഉണ്ട്. അതായത് PEEPന് വേറെ 2 ഗുണങ്ങളും കൂടി ഉണ്ട്. ഇറ്റ് റെഡ്യൂസസ് ദ വർക്ക് ഓഫ് ബ്രീത്തിങ്, കീപ്സ് ദ ആൽവിയോളൈ എക്സ്പാൻഡഡ് അറ്റ് ദ എൻഡ് ഓഫ് എക്സ്പിറേഷൻ, ദസ് ഹെൽപ്പിംഗ് ഇൻ ഓക്സിജനേഷൻ ഡ്യൂറിങ് എക്സ്പിറേറ്ററി ഫേസ് ഓൾസോ, ആൻഡ് ഇറ്റ് പുഷസ് ഔട്ട് ഫ്ലൂയിഡ് ഫ്രം ദി ആൽവിയോളൈ. സോ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ പൾമണറി എഡീമ, വിച്ച് ഇസ് ARDS, that is non-cardiogenic pulmonary edema. Now coming to the next mode of NIV ventilation is PSV NIV or BiPAP. ഇപ്പോൾ പ്രഷർ സപ്പോർട്ട് വെന്റിലേഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ഇൻസ്പിറേറ്ററി ഫേസ് ഓൾസോ ഒരു പോസിറ്റീവ് പ്രഷർ കൊടുക്കും. അപ്പോൾ BiPAP മോഡ് ഓഫ് വെന്റിലേഷൻ മീൻസ് വെന്റിലേഷൻ ഓക്കേഴ്സ് അറ്റ് 2 pressures, that is inspiratory positive airway pressure and expiratory positive airway pressure. അപ്പോൾ ഈ IPAPനെ നമുക്ക് PSV പ്രഷർ സപ്പോർട്ട് പ്ലസ് PEEP ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ നോക്കിയാൽ നമ്മൾ അവിടെ പറഞ്ഞത് FiO2യും CPAP അല്ലെങ്കിൽ PEEP മാത്രമായിരുന്നു CPAP മോഡിലുണ്ടായിരുന്നത്. ഇതിൽ ഒരു അഡീഷണൽ മോഡ് ഉണ്ട്, ദാറ്റ് ഇസ് പ്രഷർ സപ്പോർട്ട്.
അപ്പോൾ ഇനീഷ്യലി പ്രഷർ സപ്പോർട്ട് 8 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് വാട്ടറിൽ വയ്ക്കുക. എന്നിട്ട് പീപ്പ് 4 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് വാട്ടറിൽ വയ്ക്കുക. എല്ലാ ഹാഫ് ആൻ അവറും ഇത് 2 സെൻറ്റിമീറ്റർ ഇൻക്രിമെൻറ്റ്സ് വെച്ച് കൂട്ടാം. ആൻഡ് പ്രഷർ സപ്പോർട്ട് മാക്സിമം 18 വരെ കൊണ്ടുപോകാം, പീപ്പ് 12 വരെ കൊണ്ടുപോകാം. അപ്പോൾ പ്രഷർ സപ്പോർട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇൻസ്പിറേറ്ററി ഫേസിൽ ടൈഡൽ വോളിയം കൂട്ടും, ഓക്സിജനേഷൻ കൂട്ടും. വെറാസ് പീപ്പ് നമ്മൾ പറഞ്ഞ പോലെ എക്സ്പിറേറ്ററി ഫേസിൽ ആൽവിയോളൈനെ എക്സ്പാൻഡ് ചെയ്ത് വെച്ചിട്ട് ഡിക്രീസസ് ദ വർക്ക് ഓഫ് ബ്രീത്തിങ് ആൻഡ് ഇംപ്രൂവ്സ് ദ ഓക്സിജനേഷൻ. ചില വെന്റിലേറ്റേഴ്സ് പ്രഷർ സപ്പോർട്ട് വെന്റിലേഷന് പകരം അതിലുള്ള മോഡ് ബൈപാപ്പ് ആയിരിക്കും. അപ്പോൾ ഇൻസ്പിറേറ്ററി പോസിറ്റീവ് എയർവേ പ്രഷറും എക്സ്പിറേറ്ററി പോസിറ്റീവ് എയർവേ പ്രഷറും സെറ്റ് ചെയ്യണം. അപ്പോൾ ഐപാപ്പ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് പ്രഷർ സപ്പോർട്ട് പ്ലസ് പീപ്പ് ആൻഡ് ഇപാപ്പ് ഇസ് സിപാപ്പ് ഓർ പീപ്പ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 8 വെച്ചിട്ട് 18 വരെ കൊണ്ടുപോകാം, 4 വെച്ചിട്ട് 12 വരെ കൊണ്ടുപോകാം. ഓരോ ഹാഫ് ആൻ അവറിലും പേഷ്യൻ്റെ കണ്ടീഷൻ മോണിറ്റർ ചെയ്തിട്ട്. ഇനി വേറൊരു കാര്യം ഓർമ്മിക്കാനുള്ളത്, ഐപാപ്പും ഇപാപ്പും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എപ്പോഴും 4 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് വാട്ടർ വേണം, എന്നാലും അത് എഫക്റ്റീവായിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഇത് രണ്ടും ഒരേ സമയം പോലെയാണെങ്കിൽ ഐപാപ്പും സിപാപ്പും നമ്മൾ ഒരേപോലെ ആക്ട് ചെയ്താൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രഷർ, അത് സിപാപ്പ് പോലെ ആക്ട് ചെയ്യും. ഇനി മിൻറേ വെന്റിലേറ്റേഴ്സിൽ PSV NIVയും സിപാപ്പും വെവ്വേറെ മോഡില്ല, രണ്ടും ഒരേ മോഡിലാണ് ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ വെന്റിലേറ്റേഴ്സിൽ നമുക്ക് PSV വെക്കണമെങ്കിൽ പ്രഷർ സപ്പോർട്ടും സിപാപ്പും സെറ്റ് ചെയ്യാം, സിപാപ്പ് മാത്രം മതിയെങ്കിൽ പ്രഷർ സപ്പോർട്ട് 0-ൽ സെറ്റ് ചെയ്യാം. Coming to monitoring of patients on non-invasive ventilation, that is in CPAP or PSV. അപ്പോൾ നമ്മൾ we should closely monitor patients on NIV. കാരണം പേഷ്യൻസ് ഇൻക്യുബേറ്റഡ് അല്ല, പേഷ്യൻ്റ് സ്പോണ്ടേനിയസ് ബ്രെത്ത്സ് ആണ് അതിൻ്റെ ആധാരം. ദാറ്റ് ഇസ് നമ്മൾ പുറത്തുനിന്ന് ബ്രെത്ത്സ് ഒന്നും കൊടുക്കുന്നില്ല. സ്പോണ്ടേനിയസ് ബ്രെത്ത്സ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ട്രിഗർ ചെയ്ത് പേഷ്യൻ്റ് കൺട്രോൾ ചെയ്യുന്ന ബ്രെത്ത്സ് ആണ്. വെറാസ് കൺട്രോൾ ബ്രെത്ത്സ്, ഇപ്പോൾ വെന്റിലേറ്റർ കൊടുക്കുന്ന ബ്രെത്ത്സ് 2 തരത്തിലുണ്ട്, കൺട്രോൾഡ് ആൻഡ് അസിസ്റ്റഡ്. During invasive ventilation, control breaths എന്ന് പറഞ്ഞാൽ breaths are initiated and maintained by the ventilator. And assisted breaths പറഞ്ഞാൽ ബ്രെത്ത് ട്രിഗർ ചെയ്യുന്നത് പേഷ്യൻ്റാണ്, പക്ഷേ ബാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെന്റിലേറ്ററാണ്. അപ്പോൾ ഈ നോൺ ഇൻവേസീവ് വെന്റിലേഷനിലും ഇൻവേസീവ് വെന്റിലേഷനും ഏറ്റവും വലിയ വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് തന്നെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പോണ്ടേനിയസ് ബ്രെത്ത്സ് ഓഫ് ദി പേഷ്യൻറ്റ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ മോണിറ്റർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ SpO2. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ SpO2 റെസ്പോൺസ് നമ്മൾ തെറാപ്പി സ്റ്റാർട്ട് ചെയ്ത ശേഷം എങ്ങനെയുണ്ടെന്ന് എവറി ഹാഫ് ആൻ അവറിലെയോ എവറി 15 മിനിറ്റ്സ് മോണിറ്റർ ചെയ്യണം. ഇനീഷ്യലി എവറി 15 മിനിറ്റ്സ് മോണിറ്റർ ചെയ്യണം. അത് കഴിഞ്ഞപ്പോൾ പേഷ്യൻ്റ് SpO2 ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ വി ക്യാൻ കണ്ടിന്യൂ ആസ് സച്ച്. ഇൻ കേസ് SpO2 ഡസ് നോട്ട് ഇമ്പ്രൂവ്, നമ്മൾ പീപ്പും പ്രഷർ സപ്പോർട്ടും കൂട്ടി വരണം. അപ്പോൾ രണ്ടാമത് മോണിറ്റർ ചെയ്യേണ്ടത് പേഷ്യൻ്റെ BP ആണ്. കാരണം ഈ പീപ്പുള്ള സമയത്ത് തൊറാക്സിലുള്ള പ്രഷർ കൂടും, ഇൻട്രാ തൊറാസിക് പ്രഷർ കൂടും. അപ്പോൾ വെയിനസ് റിട്ടേൺ ടു ദി ഹാർട്ട് ഡിക്രീസ് ചെയ്യും, പ്രീലോഡ് കുറയുമ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് കുറയും, ഹൈപ്പോടെൻഷൻ ഉണ്ടാവും. അപ്പോൾ പീപ്പ് നമ്മൾ കൂട്ടുന്ന സമയത്ത് ഹൈപ്പോടെൻഷൻ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ സാധനം നോക്കേണ്ടത് വർക്ക് ഓഫ് ബ്രീത്തിങ്. വർക്ക് ഓഫ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് സ്പോണ്ടേനിയസ്ലി ബ്രീത്തിങ് ആണ്, പേഷ്യൻ്റ് ടെക്കിപ്നിയയിലായിരുന്നു. സംടൈംസ് പേഷ്യൻ്റെ റെസ്പോൺസ് അത്ര നന്നായിട്ടുണ്ടാവില്ല, അപ്പോൾ പേഷ്യൻ്റ് ടെക്കിപ്നിയ ഇൻക്രീസ് ചെയ്യും, ആക്സസറി മസിൽസ് ഓഫ് റെസ്പിറേഷൻ ആക്ട് ചെയ്യും, പേഷ്യൻ്റ് ഫെറ്റീഗിൽ പോകും. അങ്ങനെ ഫെറ്റീഗിൽ പോവുകയാണെങ്കിൽ വി ഷുഡ് സ്വിച്ച് ഓൺ തെറാപ്പി ആൻഡ് എക്സലേറ്റ് ദ തെറാപ്പി ടു ഇൻവേസീവ് വെന്റിലേഷൻ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ NIV വെന്റിലേഷനുള്ള പേഷ്യൻറ്റിന് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കാർബൺ ഡയോക്സൈഡ് നാർക്കോസിസ്. കാർബൺ ഡയോക്സൈഡ് നാർക്കോസിസ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ പേഷ്യൻ്റ് സ്പോണ്ടേനിയസ്ലി ബ്രീത്തിങ് ആണ്, അപ്പോൾ റെസ്പിറേറ്ററി റേറ്റ് കൂടുതലായിരിക്കും. ടെക്കിപ്നിയ ഉള്ള സമയത്ത് എക്സ്പിറേറ്ററി ഫേസ് ആണ് ഷോർട്ടൻഡ് ആവുന്നത്. അങ്ങനെ എക്സ്പിറേറ്ററി ഫേസ് ഷോർട്ടൻഡ് ആകുമ്പോൾ കാർബൺ ഡയോക്സൈഡ് റിട്ടൻഷൻ ഉണ്ടാവും. ദിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കാർബൺ ഡയോക്സൈഡ് നാർക്കോസിസ്. So we should always be on the watch out for signs of carbon dioxide narcosis, that is tachycardia, hypertension and altered sensory. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഷുവർ ആക്കാമെന്ന് വെച്ചാൽ ബൈ എൻ ABG. അപ്പോൾ if we are suspecting carbon dioxide narcosis, we should check the ABG, and if the PaCO2 is higher than 60, we should go in for invasive ventilation. Thank you.